കേരളത്തിലെ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ മാത്രമല്ല, ഇന്ത്യയിൽ ഒന്നാകെ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ഇന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ നിന്നും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അയ്യപ്പ ഭക്തർ ഒഴുകിയെത്താറുണ്ട്. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം ഓരോ അയ്യപ്പ ഭക്തന്റെയും മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴിതാ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കവർച്ചാ കേസിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ നാളായി കേരളം ചർച്ച ചെയ്യുന്ന ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മലയാളികളുടെ പ്രിയതാരം ജയറാമിനെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടൻ ജയറാമിന് ED സമൻസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകുവാനാണ് നിർദ്ദേശവും. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി താരത്തിന് ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് കേന്ദ്ര ഏജൻസിയുടെ ഈ നീക്കവും. ശബരിമലയിലെ കട്ടിളപ്പാളിയും വാതിലും പുനർനിർമ്മിക്കുന്ന വേളയിൽ അവ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജകൾ നടത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിശേഷപ്പെട്ട ഇത്തരം വസ്തുക്കൾ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് ഇയാൾ പലരിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നതായും വിവരവുമുണ്ട്. ചെന്നൈയിലെ ദീർഘകാലത്തെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഈ വസ്തുക്കൾ ജയറാമിന്റെ വീട്ടിലും എത്തിച്ച് പൂജ നടത്തിയിട്ടുണ്ട് എന്ന് താരം തന്നെ മുൻപ് വെളിപ്പെടുത്തിയിരുന്നതുമാണ്. സ്വർണ്ണക്കവർച്ചയിലൂടെ പ്രതികൾ സമ്പാദിച്ച പണം ഏതൊക്കെ രീതിയിലാണ് വിനിയോഗിക്കപ്പെട്ടത് എന്ന് ED ഗൗരവമായി ഇപ്പോൾ പരിശോധിക്കുന്നുമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിപ്പട്ടികയിലില്ലാത്ത 9 പേരടക്കം മൊത്തം 12 പേർക്കാണ് നിലവിൽ ED നോട്ടീസ് നൽകിയിരിക്കുന്നതും. ഇവരെല്ലാവരും തമ്മിലുള്ള പണമിടപാടുകളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നതും.